വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമ്മളൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇത് കൽപ്പാത്തിയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. കൽപ്പാത്തിയിലെ തേരിന്റെ കാഴ്ചകളുണ്ട്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, വീണ്ടും ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു നമ്മുടെ വാർത്തയ്ക്ക്. തീർച്ചയായും. എന്താണത്? നമ്മുടെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ആ ഇലക്ഷൻ വാർത്ത, അതായത് വ്യാജ വോട്ട് ചേർക്കൽ, പാലക്കാട് മണ്ഡലത്തിലേക്ക് വ്യാപകമായി മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർത്തു എന്ന വാർത്ത നമ്മൾ ഇന്നലെ എല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ഇപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ ഇലക്ഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ അതാത് റിട്ടേണിംഗ് ഓഫീസർമാർക്കും അതുപോലെ തന്നെ റവന്യൂ തഹസിൽദാർക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. അതായത് ഈ ആന്തൂർക്കാവ്, കൊടുമ്പ് പഞ്ചായത്തിലെ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ആ മേഖലയിലെല്ലാം പോയി കൃത്യമായി തന്നെ ഈ അന്വേഷണം നടത്തി റിട്ടേണിംഗ് ഓഫീസർമാർ കൃത്യമായി പരിശോധന നടത്തണം. അതിനുശേഷം റവന്യൂ തഹസിൽദാർമാരും കൃത്യമായി തന്നെ പരിശോധന നടത്തണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ പാലക്കാട്ടെ ഈ ഇലക്ഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഞാനും അഷ്കറുമെല്ലാമാണ് ഇന്നലെ വലിയ ഇമ്പാക്ട് ആണ്. നമ്മൾ ഇന്നലെ പോയി കണ്ടപ്പോൾ പലരും അഷ്കരോട് പ്രതികരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് ഇതിന്റെ നിയമപരമായ ഒരു ബോധ്യവും ഇല്ലാതെയാണ് അവരുടെ പേരൊക്കെ മറ്റൊരു മണ്ഡലത്തിൽ വോട്ട് ചേർത്തിരിക്കുന്ന അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു അന്വേഷണം വന്നാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ കുടുങ്ങും. തീർച്ചയായും അവർ കുടുങ്ങണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അപേക്ഷ നൽകിയ ആളുകളൊക്കെ ലിസ്റ്റ് ഈ BLO മാർക്കാണ് അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ റിപ്പോർട്ട് തരണം, അവർ ഇവിടെ സ്ഥിരതാമസക്കാരാണ് എന്നുള്ളതിന്റെ റിപ്പോർട്ട് തരണം. അവർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. അങ്ങനെയാണ് കുടുംബ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് ചേർക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പോയപ്പോൾ ഒരു വീട്ടമ്മ പറയാം, കണ്ണാടിയിൽ എന്തിനാ വോട്ട് ചേർത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സൗകര്യത്തിന് എന്നാണ് അവർ നൽകുന്ന മറുപടി. മാത്രമല്ല, നിങ്ങൾ താമസിക്കുന്ന ഇവിടെ, ഞങ്ങൾ ഇവിടെ തന്നെയാണ്, കുടുംബ പഞ്ചായത്തിൽ തന്നെയാണ് സ്ഥിര താമസം എന്ന് പറഞ്ഞു. അപ്പോൾ ആസൂത്രിതമായ ഒരു നീക്കത്തിന് പിന്നിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയം വേണ്ട. പക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടായി. പാലക്കാട് മണ്ഡലത്തിൽ അഷ്കർ വീടില്ല, അവർക്ക് വീട്ടു നമ്പർ ഇല്ല, യാതൊരു രീതിയിലുള്ള രേഖകളും പാലക്കാട് മണ്ഡലത്തിലില്ല, കണ്ണാടി പഞ്ചായത്തിനും ഇല്ല. പക്ഷേ അവർ പാലക്കാട്ടെ വോട്ടറായി മാറുന്നു. അതും പുതിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാൽ. പഴയ തിരിച്ചറിയൽ കാർഡ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഈ പുതിയ തിരിച്ചറിയൽ കാർഡ് പല ആളുകൾ കണ്ടിട്ട് പോലും ഇല്ല. ആര് കൈപ്പറ്റി എന്നുള്ള ചോദ്യമുണ്ട്. രണ്ടാമത്തെ തിരിച്ചറിയൽ കാർഡ്, ആ വ്യാജ ID കാർഡ് ആര് കൈപ്പറ്റി? വീട്ടു നമ്പർ ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് ID കാർഡ് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ TVയുടെ ആ വാർത്ത വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ തഹസീൽദാരോടും RDOയോടും ഒക്കെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർ നേരിട്ട് ജില്ലാ കളക്ടറെ കാണാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടർ. നോക്കൂ അഷ്കർ, ഇക്ബാൽ, ഈ മിഠായിയൊക്കെ ഓർമ്മയുണ്ടോ? ഈ മിഠായി നമ്മുടെ ഇത് ശരി